Okay, our next topics നോക്കിയേ graphical illustration of quadratic function. Quadratic function. Quadratic equation എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Quadratic equation is ax square plus bx plus c is equal to 0 is called quadratic equation. Quadratic function or quadratic expression വെച്ചാൽ y equal to ax square plus bx plus c. That is called quadratic function or quadratic expression. നമുക്ക് ഇതിന്റെ ഗ്രാഫ് നോക്കാം. ക്വാഡ്രാറ്റിക് ഫംഗ്ഷന്റെ ഗ്രാഫ് x വാല്യൂ കൊടുക്കുമ്പോൾ y വാല്യൂ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ക്വാഡ്രാറ്റിക് സെക്കൻഡ് ഡിഗ്രി ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോഴും ഒരു പരാബോളിക് ഷേപ്പ് ആണ്. ഫസ്റ്റ് ഡിഗ്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് അപ്പോൾ y is equal to ax plus b. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ബട്ട് ക്വാഡ്രാറ്റിക് ദാറ്റ് ഈസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോഴും ഒരു പരാബോള ആയിരിക്കും. ഒരു പരാബോള അതാണ് പരാബോള ഈ ഷേപ്പ് അല്ലേ, പരാബോളിക് ഷേപ്പ് ആയിരിക്കും. ക്വാഡ്രാറ്റിക്കിന്റെ ഗ്രാഫ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോഴും പരാബോളിക് ഷേപ്പ് ആണ്. ഈ പരാബോളിക് ഷേപ്പ് മുകളിലോട്ട് ഇൻവെർട്ടഡ് അപ്വേർഡ് ആവാനുള്ള മെയിൻ കാരണം എ പോസിറ്റീവ് ആയതുകൊണ്ടാണ്. എ പോസിറ്റീവ് ആയാൽ പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്സ് മുകളിലോട്ട് തിരിയും. പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്സ്. പരാബോള ഈസ് ഇൻവെർട്ടഡ് അപ്വേർഡ്സ്. b square minus 4ac greater than 0. That is b square minus 4ac greater than 0 means രണ്ട് റൂട്ട്സ് ഉണ്ട്. അതായത് ഒരു എക്സ് വാല്യൂ കൊടുക്കുമ്പോൾ y വാല്യൂ കിട്ടുന്ന രണ്ട് റൂട്ട്സ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. അതുകൊണ്ടാണ് ആ ഗ്രാഫ് എക്സ് ആക്സിൽ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്ത് ആ രണ്ട് പോയിന്റ് ആണ് അതിന്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും. ഒന്നുകൂടെ പറയാം. y equal to ax square plus bx plus c. a പോസിറ്റീവ് b square minus 4ac greater than 0. സെക്കൻഡ് ഡിഗ്രി പരാബോളിക് ഷേപ്പ് ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോഴും പരാബോളിക് ഷേപ്പ് ആണ്. എ പോസിറ്റീവ് ആയതുകൊണ്ട് പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്സ്. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ പരാബോള എക്സ് ആക്സിൽ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യും. ആ രണ്ട് പോയിന്റ് ആണ് അതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സീറോസ്. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ്. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് നോക്കിയേ. എ ഈസ് നെഗറ്റീവ് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0. y equal to ax square plus bx plus c. അതിന്റെ എ നെഗറ്റീവ് ആണ്, ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്. എ നെഗറ്റീവ് ആണെങ്കിൽ പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ്സ്. പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ്സ്. പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ്സ്. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എക്സ് ആക്സിൽ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. നമ്മൾ അതിന് കോമൺലി ഡിനോട്ടഡ് ബൈ ആൽഫയും ബീറ്റ എന്നും പറയും. ഓക്കെ സ്റ്റുഡൻസ്, ഒന്നുകൂടെ പറയാം. y equal to ax square plus bx plus c. പരാബോളിക് ഷേപ്പ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഗ്രാഫ് പരാബോളിക് ഷേപ്പ്. പരാബോളയാണ്. എ നെഗറ്റീവ് ആൻഡ് പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ്സ്. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ആ പരാബോള എക്സ് ആക്സിൽ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്തു. ദാറ്റ് ആർ കോൾഡ് റൂട്ട്സ് എന്ന് പറയും. അതിന്റെ റൂട്ട്സ് എന്ന് പറയും ആൽഫയും ബീറ്റയും. നമുക്കിനി മൂന്നാമത്തെ കേസ് നോക്കാം. കേസ് 3. y equal to a square plus bx plus c. a is positive, b square minus 4ac is equal to 0. b square minus 4ac is equal to 0 means ഒരൊറ്റ റൂട്ട്സ്, one root, only one root. only one roots. ഒരു റൂട്ട്സ് മാത്രമേ ഉള്ളൂ. ഒരു റൂട്ട് മാത്രമേ ഉള്ളെങ്കിൽ എക്സ് ആക്സിൽ ഒരു പോയിന്റിൽ അത് ടച്ച് ചെയ്തു. ഓൺലി വൺ പോയിന്റ്, ഒരു പോയിന്റ് ടച്ച് ചെയ്തു. എ പോസിറ്റീവ് ആയതുകൊണ്ടാണ് അത് ഇൻവെർട്ടഡ് എന്തായത് അപ്വേർഡ്സ് ആയത്. ഒന്നുകൂടെ പറയാം. y equal to ax square plus bx plus c. a പോസിറ്റീവ് b square minus 4ac is equal to 0. തേർഡ് കണ്ടീഷൻ. ax square plus bx plus c യുടെ ഗ്രാഫ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് പരാബോളിക് ഷേപ്പ് ആണ്. എ പോസിറ്റീവ് ആണ്, പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്സ് ആണ്. മുകളിലോട്ടിരിക്കും. ഇൻവെർട്ടഡ് അപ്വേർഡ്സ് ആണ്. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഒറ്റ റൂട്ട്സേ ഉള്ളൂ. ദാറ്റ് ഇസ് കേസ് 3. നമുക്ക് കേസ് 4 നോക്കാം. y equal to ax square plus bx plus c.
a negative b square minus 4ac equal to 0. b square minus 4ac equal to 0 ആയത് ഒറ്റ റൂട്ട്. സോ എക്സ് ആക്സിൽ ഒരൊറ്റ പോയിന്റ് ടച്ച് ചെയ്യും, a നെഗറ്റീവ് ആയതുകൊണ്ട് പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ്സ് ടച്ചിങ് ഓൺലി വൺ പോയിന്റ്, ദാറ്റ് ഈസ് കോൾഡ് റൂട്ട്. ഒരു റൂട്ടേ ഒറ്റ റൂട്ടേ ഉള്ളൂ. സിൻസ് ബി സ്ക്വയർ മൈനസ് 4ac 0 ആയതുകൊണ്ട് ബി സ്ക്വയർ മൈനസ് 4ac 0 ആയാൽ ഒരൊറ്റ റൂട്ട്. എ നെഗറ്റീവ് ആയതുകൊണ്ട് പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ്സ് ടച്ചിങ് ഓൺലി വൺ പോയിന്റ്, ഒറ്റ പോയിന്റ് ടച്ച് ചെയ്യും. കേസ് 5 നോക്കിയേ. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 റൂട്ട് ഇല്ല. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ റൂട്ട് ഇല്ല. എ പോസിറ്റീവ് ആയതുകൊണ്ട് പരാബോളയുണ്ട്, പരാബോള എക്സ് ആക്സിൽ ടച്ച് ചെയ്തില്ല. നൈദർ കട്ട് നോർ ടച്ച് ഓൺ എക്സ് ആക്സ്. എ പോസിറ്റീവ് പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്, ആ പരാബോള എക്സ് ആക്സിൽ ടച്ച് ചെയ്യോ കട്ട് ചെയ്യോ എത്തില്ല. ടച്ച് ചെയ്താൽ ഒരു റൂട്ട്, കട്ട് ചെയ്താൽ രണ്ട് റൂട്ട്. ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആയതുകൊണ്ട് ആ ഗ്രാഫ് എക്സ് ആക്സിൽ ടച്ച് ചെയ്യത്തുമില്ല, കട്ട് ചെയ്യത്തുമില്ല. സോ y equal to a square plus a positive, b square minus 4ac less than 0, പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്, neither cut nor touch on x axis. x axis കട്ട് ചെയ്യത്തുമില്ല, ടച്ച് ചെയ്യത്തുമില്ല. ഓക്കെ അല്ലേ? ലാസ്റ്റ് കണ്ടീഷൻ നോക്കിയേ. ലാസ്റ്റ് കണ്ടീഷൻ y equal to a square plus bx plus c, a negative, b square minus 4ac less than 0. a negative ആയതുകൊണ്ട് പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ്സ്, that graph neither cut on x axis or y axis, neither cut on x axis, sorry, neither cut on x axis, cut ചെയ്യത്തുമില്ല, ടച്ച് ചെയ്യത്തുമില്ല. സോ എ നെഗറ്റീവ് ആയതുകൊണ്ട് പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ്സ്, എക്സ് ആക്സിൽ കട്ട് ചെയ്യത്തുമില്ല, ടച്ച് ചെയ്യത്തുമില്ല. സിൻസ് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0, ദാറ്റ് ഇസ് റൂട്ട് ഇല്ല. റൂട്ട് ഇല്ലാത്തതുകൊണ്ട് പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ് ടച്ചിങ് neither cut nor touch on x axis. എക്സ് ആക്സിൽ കട്ട് ചെയ്യത്തുമില്ല, ടച്ച് ചെയ്യത്തുമില്ല. അപ്പോൾ ആ കണ്ടീഷൻസ് തീർന്നു. ഗ്രാഫിക്കൽ ഇൻസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 6 കേസാണ് ഞാനിവിടെ പറഞ്ഞത്. നെക്സ്റ്റ്, സൈൻ ഓഫ് ദ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. സൈൻ, ക്വാഡ്രാറ്റിക് ഫംഗ്ഷന്റെ സൈൻ. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ മീൻസ് y equal to ax square plus bx plus c, that is quadratic function. b square minus 4ac less than 0 ആയതുകൊണ്ട് പരാബോള neither cut nor touch on x axis. x axis കട്ട് ചെയ്യത്തുമില്ല, ടച്ച് ചെയ്യത്തുമില്ല. ഇപ്പൊ എക്സ് വാല്യൂ കൊടുക്കുമ്പോൾ y വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെ നിൽക്കും, കാരണം a പോസിറ്റീവ് ആയതുകൊണ്ടാണ്. b square minus 4ac less than 0, പരാബോള neither cut nor touch on x axis. x axis കട്ട് ചെയ്യത്തുമില്ല, ടച്ച് ചെയ്യത്തില്ല. എ പോസിറ്റീവ് ആണ്, പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്സ്. അപ്പോൾ എക്സ് വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന എല്ലാ y വാല്യൂസും എന്താണ്? പോസിറ്റീവ് ആണ്. കണ്ടോ? എല്ലാ y വാല്യൂസും എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് എല്ലാ y വാല്യൂസും പോസിറ്റീവ് ആണ്. സോ y വാല്യൂ പോസിറ്റീവ് മീൻസ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c പോസിറ്റീവ്, greater than 0, that is positive for all x belongs to real number. ഏത് റിയൽ നമ്പർ കൊടുത്താലും ഏത് എക്സ് വാല്യൂ കൊടുത്താലും y വാല്യൂ എന്താ? പോസിറ്റീവ് ആയിട്ട് നിൽക്കും. എ എന്തായതുകൊണ്ട്? എ പോസിറ്റീവ് ആയതുകൊണ്ടല്ലേ ഇൻവെർട്ടഡ് അപ്വേർഡ് വന്നത്, എക്സ് ആക്സിന് മുകളിൽ വന്നത്. എക്സ് ആക്സിന് മുകളിൽ വന്നാൽ പോസിറ്റീവ് ആയി. ax square plus bx plus c greater than 0 for all x belongs to real number since a is positive. Clear ആണോ? ax square plus bx plus c is always greater than 0, എപ്പോഴും പോസിറ്റീവ് ആണ്. ഏത് റിയൽ നമ്പർ എക്സ് വാല്യൂസിന് കൊടുത്താലും അതെപ്പോഴും എന്ത് തന്നെ? പോസിറ്റീവ് ആണ്. കാരണം എ എന്താ? പോസിറ്റീവ് ആയതുകൊണ്ട്. ഓക്കെ, കേസ് 2 നോക്കുക. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആൻഡ് എ നെഗറ്റീവ്. എ നെഗറ്റീവ് ആയതുകൊണ്ട് പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ്സ്. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആയതുകൊണ്ട് എക്സ് ആക്സിൽ കട്ട് ചെയ്യത്തുമില്ല, ടച്ച് ചെയ്യത്തില്ല, ദാറ്റ് ഈസ് റൂട്ട് ഇല്ല. ദാറ്റ് മീൻസ് ഏത് എക്സ് വാല്യൂസ് കൊടുത്താലും y വാല്യൂ നെഗറ്റീവ്.
ഏത് എക്സ് വാല്യൂസിനും വൈ വാല്യൂ നെഗറ്റീവ്. ദാറ്റ് ഈസ് എ എക്സ് സ്ക്വയർ. വൈ വാല്യൂ നെഗറ്റീവ് മീൻസ് വൈയുടെ വാല്യൂ ഏതാ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ലെസ് ദാൻ 0 ഫോർ all x belongs to real number. ഏത് റിയൽ നമ്പർ കൊടുത്താലും ഏത് എക്സ് വാല്യൂ കൊടുത്താലും വൈ വാല്യൂ നെഗറ്റീവ്. വൈ വാല്യൂ നെഗറ്റീവ് ആയുള്ള കാരണം എന്താ? എ ഈസ് നെഗറ്റീവ്. എ ഈസ് നെഗറ്റീവ്. എ നെഗറ്റീവ് ആയതുകൊണ്ടാണ്. നേരത്തെ കേസ് നോക്കിയേ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഗ്രേറ്റർ ദാൻ 0 for all x belongs to a real number if a is positive. That is റൂട്ട് ഇല്ലാത്തപ്പോൾ എന്ന് വെച്ചാൽ ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0. റൂട്ട് ഇല്ലാത്തപ്പോൾ ക്വാഡ്രാറ്റിക്കിന്റെ സൈൻ ഓഫ് ക്വാഡ്രാറ്റിക് that is ax square plus bx plus c, sign of the quadratic expression same as that of a. If b square minus 4ac less than 0, റൂട്ട് ഇല്ലാത്തപ്പോൾ ക്വാഡ്രാറ്റിക്കിന്റെ സൈൻ എയെ ഡിപ്പെൻഡ് ചെയ്യും. എ പോസിറ്റീവ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് പോസിറ്റീവ്, എ നെഗറ്റീവ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് നെഗറ്റീവ്. റൂട്ട് ഇല്ലാത്തപ്പോൾ ക്വാഡ്രാറ്റിക്കിന്റെ സൈൻ എയെ ഡിപ്പെൻഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എ പോസിറ്റീവ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് പോസിറ്റീവ്, എ നെഗറ്റീവ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് നെഗറ്റീവ്. എപ്പോൾ? റൂട്ട് ഇല്ലാത്തപ്പോൾ. ദാറ്റ് ഈസ് if b square minus 4ac less than 0, sign of the quadratic expression അല്ലെങ്കിൽ quadratic function same as that of a, ക്ക് ഡിപ്പെൻഡ് ചെയ്യും. എപ്പോൾ? if b square minus 4ac less than 0. ഞാൻ ഒന്നുകൂടെ ആ തിയറി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. എ പോസിറ്റീവ് റൂട്ട് ഇല്ല, പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്, നൈദർ കട്ട് നോർ ടച്ച് ഓൺ എക്സ് ആക്സിസ്. എ നെഗറ്റീവ്, പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ്, നൈദർ കട്ട് നോർ ടച്ച് ഓൺ എക്സ് ആക്സിസ്. റൂട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആയതുകൊണ്ടാണ് പരാബോള എക്സ് ആക്സിലും എക്സ് ആക്സിൽ കട്ട് ചെയ്യാത്തത്. എ പോസിറ്റീവ് ആണ് പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ്, എ നെഗറ്റീവ് ആണ് പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ്. ദാറ്റ് മീൻസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി യുടെ സൈൻ ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സെയിം ആസ് ദാറ്റ് ഓഫ് എ. എയുടെ സൈന് ഡിപ്പെൻഡ് ചെയ്യും. എപ്പോൾ? ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ്. ഞാൻ അതാണ് ഈ ബോക്സിൽ ഇട്ടിരിക്കുന്നത്. സൈൻ ഓഫ് ദ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0. റൂട്ട് ഇല്ലാത്തപ്പോൾ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷന്റെ സൈൻ എയെ ഡിപ്പെൻഡ് ചെയ്യും. റൂട്ട് ഇല്ലാത്തപ്പോൾ ക്വാഡ്രാറ്റിക്കിന്റെ സൈൻ എയെ ഡിപ്പെൻഡ് ചെയ്യും. The sign of the quadratic expression same as that of a if b square minus 4ac less than 0. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ശ്രദ്ധിച്ചോളൂ. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഇഷ്ടം പോലെ ചോദിക്കാറുണ്ട്. റൂട്ട് ഇല്ലാത്തപ്പോൾ ക്വാഡ്രാറ്റിക്കിന്റെ സൈൻ എയെ ഡിപ്പെൻഡ് ചെയ്യും. റൂട്ട് ഇല്ലാത്ത അവസരങ്ങളിൽ ക്വാഡ്രാറ്റിക്കിന്റെ സൈൻ, ക്വാഡ്രാറ്റിക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് എയുടെ സൈൻ ഡിപ്പെൻഡ് ആണ്. എയുടെ സൈൻ അനുസരിച്ചായിരിക്കും ക്വാഡ്രാറ്റിക്കിന്റെ സൈൻ പോസിറ്റീവ് ആവുന്നത്. എ നെഗറ്റീവ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് എന്താ നെഗറ്റീവ് ആവും. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0. The sign of the quadratic expression same as that of a if b square minus 4ac less than 0. Okay students, സൈൻ ഓഫ് ദ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഇഫ് റൂട്ട് ഉള്ളപ്പോൾ അത് നോക്കാം. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0. റൂട്ട് ഉള്ളപ്പോൾ എന്താ സംഭവിക്കുന്നത്? എ പോസിറ്റീവ് ആണ്, ഇൻവെർട്ടഡ് അപ്വേർഡ് ആണ്. ഇത് റൂട്ടാണ്, ആൽഫയും ബീറ്റയും. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ നെഗറ്റീവ്, ആൽഫയ്ക്കും ബീറ്റയ്ക്കും പുറത്ത് എന്താ പോസിറ്റീവ് ഉണ്ടോ? ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ടാണ് പരാബോള ഇൻവെർട്ടഡ് അപ്വേർഡ് ആയത്.
ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണ്. എ പോസിറ്റീവ് അതാണ് പരാബോള ഇൻവെർട്ടഡ് അപ്പോർഡ് ടച്ചിങ് 2 പോയിന്റ്, 2 പോയിന്റ് ടച്ച് ചെയ്തു. ആ 2 പോയിന്റ് ആണ് ആൽഫ ബീറ്റ. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയ്ക്ക് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്തായി? നെഗറ്റീവ് ആയി. ഇൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ, ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയ്ക്ക് നെഗറ്റീവ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി പോസിറ്റീവ് ആയി, ഗ്രേറ്റർ ദാൻ 0. The value of x lies beyond alpha and beta. ആൽഫയ്ക്കും ബീറ്റയ്ക്കും പുറത്ത്. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ നെഗറ്റീവും ആൽഫയ്ക്കും ബീറ്റയ്ക്കും പുറത്ത് എന്തായ? പോസിറ്റീവായി. റൂട്ട് ഉള്ളപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ലെസ് ദാൻ 0. The value of x lies between alpha and beta. A x square plus b x is greater than 0. The value of x lies beyond alpha and beta. ആൽഫയ്ക്കും ബീറ്റയ്ക്കും പുറത്ത് എന്താ? പോസിറ്റീവ്. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ എന്താ? നെഗറ്റീവും ആൽഫയ്ക്കും ബീറ്റയ്ക്കും പുറത്ത് എന്താ? പോസിറ്റീവ് ആണ്. റൂട്ടുള്ളപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ലെസ് ദാൻ 0 ഇഫ് എ ഈസ് പോസിറ്റീവ്. റൂട്ടിനിടയിൽ എന്താ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ലെസ് ദാൻ 0 ആണ്. റൂട്ടിന് പുറത്ത് സപ്പോസ് ആൽഫ, ഇത് ബീറ്റ. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ പോസിറ്റീവ്, ആൽഫയ്ക്കും ബീറ്റയ്ക്കും പുറത്ത് എന്താ? പോസിറ്റീവ്. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ നെഗറ്റീവും ആൽഫയ്ക്കും ബീറ്റയ്ക്കും പുറത്ത് എന്താ? പോസിറ്റീവ്. ആൽഫ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ലെസ് ദാൻ 0. ദ വാല്യൂ ഓഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ നെഗറ്റീവ്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഗ്രേറ്റർ ദാൻ 0. ദ വാല്യൂ ഓഫ് എക്സ് ലൈസ് ബിയോണ്ട് ആൽഫ ആൻഡ് ബീറ്റ. ആൽഫയ്ക്കും ബീറ്റയ്ക്കും പുറത്ത് പോസിറ്റീവ്. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ നെഗറ്റീവും ആൽഫയ്ക്കും ബീറ്റയ്ക്കും പുറത്ത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എപ്പോൾ? ഈ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0. റൂട്ട് ഉള്ളപ്പോൾ. റൂട്ട് ഇല്ലാത്തപ്പോൾ ക്വാഡ്രാറ്റിക്കിന്റെ സൈൻ എ ഡിപ്പെൻഡ് ആണ്. എ പോസിറ്റീവ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് പോസിറ്റീവ്, എ നെഗറ്റീവ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് നെഗറ്റീവ്. റൂട്ട് ഉള്ളപ്പോൾ റൂട്ടിനിടയിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ലെസ് ദാൻ 0. റൂട്ടിന് പുറത്ത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഗ്രേറ്റർ ദാൻ 0. ദ വാല്യൂ ഓഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ alpha and beta. A x square plus b x plus c less than 0. The value of x lies beyond alpha and beta. ആൽഫയ്ക്കും ബീറ്റയ്ക്കും പുറത്ത് a x square plus b x plus c greater than 0. ഒരു കണ്ടീഷൻ ഉണ്ട്, a is positive. a പോസിറ്റീവ് ആണെങ്കിൽ a x square plus b x plus c less than 0. The value of x lies between alpha and beta. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ നെഗറ്റീവ്. a x square plus b x plus c greater than 0. The value of x lies beyond alpha and beta. ആൽഫയ്ക്കും ബീറ്റയ്ക്കും പുറത്ത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ സ്റ്റുഡൻസ്, എ നെഗറ്റീവ് ആണെങ്കിൽ നോക്കാം. എ നെഗറ്റീവ് ആണെങ്കിൽ പരാബോള ഇൻവെർട്ടഡ് ഡൗൺവേർഡ് അല്ലേ? നേരെ തിരിച്ച് 2 റൂട്ട്. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് 2 റൂട്ട്. ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. എന്താ? ആൽഫയ്ക്കും ബീറ്റയ്ക്കും എന്താ? ഇടയിൽ പോസിറ്റീവും ആൽഫയ്ക്കും ബീറ്റയ്ക്കും പുറത്ത് എന്താ? നെഗറ്റീവ്. If a is negative, ax square plus bx plus c the greater than 0, the value of x lies between alpha and beta. Alpha and beta യുടെ ഇടയിൽ. ax square plus bx plus c, that is ax square plus, that is ax square plus bx plus c less than 0. The value of x lies beyond alpha and beta. ആൽഫയ്ക്കും ബീറ്റയ്ക്കും പുറത്ത് നെഗറ്റീവ് ആയിരിക്കും. എപ്പോൾ? a is നെഗറ്റീവ് ആകുമ്പോൾ. a നെഗറ്റീവ് ആണെങ്കിൽ a സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആവുന്നത് ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിലും. a square plus bx plus c less than 0. The value of x lies beyond alpha and beta. നേരത്തെ പറഞ്ഞ തിയറിയുടെ കോൺവേഴ്സ്. ഇഫ് a is negative, a നെഗറ്റീവ് ആണെങ്കിൽ ax square plus bx plus c greater than 0. The value of x lies between alpha and beta. ax square plus bx plus c less than 0. The value of x lies beyond alpha and beta. ഈ 2 തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. ക്വാഡ്രാറ്റിക് ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിയറിയാണ്. ക്വാഡ്രാറ്റിക് ഇൻഇക്വാളിറ്റിയുടെ സൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് എ ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ. റൂട്ട് ഇല്ലാത്തപ്പോൾ ക്വാഡ്രാറ്റിക്കിന്റെ സൈൻ എ ഡിപ്പെൻഡ് ആയിരിക്കും. റൂട്ട് ഉള്ളപ്പോൾ
the value of x lies between alpha and beta, ax square plus bx plus c less than 0. The value of x lies beyond alpha and beta, if ax square plus bx plus c greater than 0, provide if a is positive. A positive. അപ്പോൾ ആ ഒരൊറ്റ കണ്ടീഷൻ പഠിച്ചാൽ മതി, പ്രോബ്ലം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക കുട്ടികളെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ, സോൾവ് ദ ഇൻഇക്വാളിറ്റി എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10, എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10 ലെസ് ദാൻ 0. ഇത് റൂട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5 ലെസ് ദാൻ 0. ഇതിൻ്റെ റൂട്ട് ഏതാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ റൂട്ട് എന്താ? 2, 5 ആണ്. എക്സ് ബിലോങ്സ് ടു ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. ആൽഫയുടെ വാല്യൂ എന്താ? 2, ബീറ്റയുടെ വാല്യൂ 5. എക്സ് ബിലോങ്സ് ടു ഇൻ ബിറ്റ്വീൻ 2 and 5, ക്ലോസ്ഡ് ഇന്റർവൽ 2 and 5. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10 ലെസ് ദാൻ 0 ആണ്. 2നും 5നും ഇടയ്ക്കുള്ള റിയൽ നമ്പർ കൊടുത്താൽ ഈ എക്സ്പ്രഷൻ എപ്പോഴും എന്താ? നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇഫ് എ ഈസ് പോസിറ്റീവ്. ax square plus bx plus c less than 0, the value of x lies between alpha and beta if a is positive. ഇവിടെ എയുടെ വാല്യൂ പോസിറ്റീവ് അല്ലേ, അപ്പം റൂട്ടിനിടയിൽ ഇതെപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എക്സ് ബിലോങ്സ് ടു ഇൻ ബിറ്റ്വീൻ 2 and 5, എക്സ്ക്ലൂഡിങ് 2 and 5. കാരണം ഇവിടെ ലെസ് ദാൻ ക്വസ്റ്റ്യൻ, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10 ലെസ് ദാൻ 0. ഈ ഇൻഇക്വാളിറ്റി ഞാൻ സോൾവ് ചെയ്യാണ്. ഞാൻ റൂട്ട് കണ്ടുപിടിച്ച് 2 ഉം 5. ലെസ് ദാൻ ആണെങ്കിൽ ബിറ്റ്വീൻ ദ റൂട്ട്, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ബിയോണ്ട് ദ റൂട്ട്. ലെസ് ദാൻ ആണെങ്കിൽ ബിറ്റ്വീൻ ദ റൂട്ട്, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ബിയോണ്ട് ദ റൂട്ട്. ഇവിടെ എയുടെ വാല്യൂ എന്താ? പോസിറ്റീവ് ആയാൽ. അപ്പോൾ എ പോസിറ്റീവ് ആവുന്ന ഒറ്റ കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു വെക്കാം. ക്ലിയർ ആണോ? ഞാൻ അടുത്ത ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യാൻ പോവാണ്. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ഇവിടെ. എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഞാൻ ഫാക്ടറൈസ് ചെയ്യുന്നു. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. റൂട്ട് ഏതാ? 2, 5 ആണ്. ലെസ് ദാൻ ആണെങ്കിൽ ബിറ്റ്വീൻ ദ റൂട്ട്, റൂട്ടിനിടയിൽ 2നും 5നും ഇടയിൽ. എക്സ് ബിലോങ്സ് ടു ഇൻ ബിറ്റ്വീൻ 2 and 5. ഇവിടെ ഞാൻ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട് ബിക്കോസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാം. അപ്പം 2 ഉം 5 ഇൻക്ലൂഡഡ് ആണ്. 2 ഉം 5 കൊടുത്തത് 0 കിട്ടും. അപ്പം ഇൻക്ലൂഡഡ് 2 and 5, ദാറ്റ് ഈസ് കോൾഡ് ക്ലോസ്ഡ് ഇന്റർവൽ. ലെസ് ദാൻ ആണെങ്കിൽ ബിറ്റ്വീൻ ദ റൂട്ട്, 2നും 5നും ഇടയിൽ. ഇവിടുത്തെ ഒരു വ്യത്യാസം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യണം, 2 ഉം 5 ഇൻക്ലൂഡ് ചെയ്യണം. സോ അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ടത്. ക്ലോസ്ഡ് ഇന്റർവൽ 2 and 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 32 ഗ്രേറ്റർ ദാൻ 0. എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 32 ഗ്രേറ്റർ ദാൻ 0. ഞാനിതിനെ എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 32 ഗ്രേറ്റർ ദാൻ 0, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0. ഞാൻ ഫാക്ടറൈസ് ചെയ്യുന്നു. എക്സ് മൈനസ് 8 എക്സ് മൈനസ് 4 ഗ്രേറ്റർ ദാൻ 0. റൂട്ട് എന്താ? 4ഉം 8ഉം. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ബിയോണ്ട് ദ റൂട്ട്, റൂട്ടിന് പുറത്തുള്ള വാല്യൂസ് കൊടുത്താലേ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. സോ ബിയോണ്ട് ദ റൂട്ട്, എക്സ് ബിലോങ്സ് ടു ബിയോണ്ട് ദ റൂട്ട്, റൂട്ടിന് പുറത്ത്. എക്സ് ബിലോങ്സ് ടു 4 to infinity. ഞാൻ ഇന്റർവെലായിട്ട് എക്സ്പ്രസ് ചെയ്താൽ എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ടു 4 യൂണിയൻ 8 to infinity. ദാറ്റ് ഈസ് ഇതിനിടയിലുള്ള റിയൽ നമ്പർ കൊടുത്താൽ മാത്രമേ ഈ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് ബിയോണ്ട് ദ റൂട്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ലെസ് ദാൻ ഇൻഇക്വാളിറ്റി ആണെങ്കിൽ ബിറ്റ്വീൻ ദ റൂട്ടും, ഗ്രേറ്റർ ദാൻ ഇൻഇക്വാളിറ്റി ആണെങ്കിൽ ബിയോണ്ട് ദ റൂട്ടും. എ ഈസ് പോസിറ്റീവ്, എ പോസിറ്റീവ്. ഇപ്പോൾ എ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്താ? ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോസിറ്റീവ് ആക്കിയാൽ മാത്രം മതി. ഇത് ഓർത്ത് വെക്കുക. ക്വാഡ്രാറ്റിക് ലെസ് ദാൻ ആണെങ്കിൽ ബിറ്റ്വീൻ ദ റൂട്ടും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ബിയോണ്ട് ദ റൂട്ട്. ലെസ് ദാൻ ആണെങ്കിൽ ബിറ്റ്വീൻ ദ റൂട്ട്, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ബിയോണ്ട് ദ റൂട്ട്. ദാറ്റ്സ് കൺസെപ്റ്റ്. ലെസ് ദാൻ ഇൻഇക്വാളിറ്റി ആണെങ്കിൽ റൂട്ടിനിടയിലുള്ള വാല്യൂ കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യും.
ക്വാഡ്രാറ്റിക് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ റൂട്ടിന് പുറത്തുള്ള വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യും. എ എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് എ പോസിറ്റീവ് ആയാൽ മാത്രം. ഇവിടെ എ പോസിറ്റീവ് ആണല്ലോ ഈ കേസിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 32 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഞാൻ ഫാക്ടറൈസ് ചെയ്യുന്നു. എക്സ് മൈനസ് 8 ഇൻറ്റു എക്സ് മൈനസ് 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് റൂട്ട് കിട്ടുന്നത് 4ഉം 8ഉം ആണ് കിട്ടുന്നത്. ഏത് ഇൻഇക്വാളിറ്റിയാ? ഗ്രേറ്റർ ദാൻ ഇൻഇക്വാളിറ്റി. ഇതിന്റെ വാല്യൂ ഓഫ് എക്സ് ലൈസ് ബിയോണ്ട് ദ റൂട്ട്, റൂട്ടിന് പുറത്ത്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇന്റർവൽ ക്ലോസ്ഡ് ആക്കണം. സോ 4നും 8നും പുറത്ത്, ഇൻക്ലൂഡിങ് 4 and 8. ഞാൻ അതിന് ഇന്റർവൽ നൊട്ടേഷനിൽ എക്സ്പ്രസ് ചെയ്താൽ എക്സ് ബിലോങ്സ് ടു -∞ to 4 യൂണിയൻ 8 to ∞. സോ 4നും 8നും പുറത്തുള്ള റിയൽ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ ഈ ഇൻഇക്വാളിറ്റി പോസിറ്റീവ് ആകത്തുള്ളൂ. റൂട്ട് ഉള്ളപ്പോൾ ലെസ് ദാൻ ആണെങ്കിൽ ബിറ്റ്വീൻ ദ റൂട്ടും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ബിയോണ്ട് ദ റൂട്ടും. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നത് കൊണ്ട് റൂട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ 4നും 8നും പുറത്ത്, ഇൻക്ലൂഡിങ് 4 and 8. അതിനെ നമ്മൾ ഇന്റർവൽ നൊട്ടേഷനിൽ എക്സ്പ്രസ് ചെയ്താൽ -∞ to ക്ലോസ്ഡ് 4 യൂണിയൻ ക്ലോസ്ഡ് 8 to ∞. 4നും 8നും പുറത്ത്. നോക്കിയേ, മൈനസ് എക്സ് സ്ക്വയർ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. -x² പ്ലസ് 7x -10 ലെസ് ദാൻ 0. ആദ്യം ഒരു മൈനസിന്റെ വ്യത്യാസം, മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്താൽ x² -7x പ്ലസ് 10 ലെസ് ദാൻ ഇൻഇക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ഇൻഇക്വാളിറ്റി ആവും. എപ്പോഴാണ് ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആവുന്നത്? ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലോ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആവും. അതുപോലെ റെസിപ്രോക്കൽ എടുത്താലും ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആവും. ഞാനൊരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. സോ x² -7x പ്ലസ് 10 ലെസ് ദാൻ ഇൻഇക്വാളിറ്റി എന്തായി? ഗ്രേറ്റർ ദാൻ ഇൻഇക്വാലിറ്റി. ഫോർ എക്സാമ്പിൾ 2 ഈസ് ലെസ് ദാൻ 5. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായി -2 ഗ്രേറ്റർ ദാൻ -5. ഉണ്ടോ? ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആവും. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആവും. ഞാനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ x² -7x പ്ലസ് 10 ലെസ് ദാൻ ഇൻഇക്വാളിറ്റി എന്തായി? ഗ്രേറ്റർ ദാൻ ഇൻഇക്വാളിറ്റി ആയി. ഞാൻ ഫാക്ടറൈസ് ചെയ്യുന്നു. x -2 ഇൻറ്റു x -5 ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ ഇൻഇക്വാളിറ്റി ആയതുകൊണ്ട് ദ വാല്യൂ ഓഫ് x ലൈസ് ബിയോണ്ട് ദ റൂട്ട്, റൂട്ടിന് പുറത്തായിരിക്കും. x belongs to 2 to 5. That is -∞ to 2 union 5 to ∞. -∞ to 2 union 5 to ∞. ഇവിടെ ഓപ്പൺ ഇന്റർവെൽ ആണ്, ബിക്കോസ് ലെസ് ദാൻ. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ഇൻഇക്വാളിറ്റി എന്തായി? റിവേഴ്സ് ആയി. ലെസ് ദാൻ ഇൻഇക്വാളിറ്റി എന്താ? ഗ്രേറ്റർ ദാൻ ഇൻഇക്വാളിറ്റി ആയി. ഗ്രേറ്റർ ദാൻ ഇൻഇക്വാളിറ്റി ആണ് ദ വാല്യൂ ഓഫ് x ലൈസ് ബിയോണ്ട് ദ റൂട്ട്, റൂട്ടിന് പുറത്ത്, 2നും 5നും പുറത്ത്. സോ -∞ to 2 യൂണിയൻ 5 to ∞. ഓക്കെ കുട്ടികളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. -x² പ്ലസ് 12x -32 ഗ്രേറ്റർ ദാൻ 0. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് എന്ന് വെച്ചാൽ ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള മെത്തേഡ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ -x² ആയതുകൊണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് x² മൈനസ് ആയതുകൊണ്ട്, ഒരു മൈനസ് കൊണ്ട് നമുക്ക് അതിനെ, ആ എക്സ്പ്രഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x² -12x പ്ലസ് 32 ഗ്രേറ്റർ ദാൻ ഇൻഇക്വാളിറ്റി ലെസ് ദാൻ ഇൻഇക്വാളിറ്റി ആയി മാറും. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആവും. ലെസ് ആണെങ്കിൽ ഗ്രേറ്റർ ആയി മാറും, ഗ്രേറ്റർ ആണെങ്കിൽ ലെസ് ആയി മാറും. സോ -x² -12x പ്ലസ് 32 ലെസ് ദാൻ 0. നമുക്കിത് ഫാക്ടറൈസ് ചെയ്താൽ 32 12 -12 4ഉം 8ഉം ആണ്. സോ x -4 ഇൻറ്റു x -8 ലെസ് ദാൻ 0. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. ലെസ് ദാൻ ഇൻഇക്വാളിറ്റി ആണെങ്കിൽ x ലൈസ് ബിറ്റ്വീൻ ദ റൂട്ടും, ഗ്രേറ്റർ ദാൻ ഇൻഇക്വാളിറ്റി ആണ് x ലൈസ് ബിയോണ്ട് ദ റൂട്ടും ആണ്. ഇവിടെ ലെസ് ദാൻ ഇൻഇക്വാളിറ്റി ആയതുകൊണ്ട് x ലൈസ് ബിറ്റ്വീൻ ദ റൂട്ട്, x ബിലോങ്സ് ടു between 4 and 8. So the solution is
x belongs to open interval 4 and 8. That is 4 less than x less than 8. Is it okay, students? മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കുട്ടികളെ. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് എക്സ് സാറ്റിസ്ഫൈ ദ ഇൻഇക്വാളിറ്റി. രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുന്നു. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 7 ഗ്രേറ്റർ ദാൻ 0. 3 7 നമുക്കൊരിക്കലും അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല. 3ഉം 7ഉം റൂട്ട് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, റൂട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ബി സ്ക്വയർ മൈനസ് 4ac ചെക്ക് ചെയ്യാം. ബി സ്ക്വയർ മൈനസ് 4 ചെക്ക് ചെയ്യുന്നു. -3 ദ ഹോൾ സ്ക്വയർ -4 ഇൻറ്റു 1 ഇൻറ്റു 7. എൻ്റെ അസംഷൻ കറക്റ്റാണ്, ബിക്കോസ് 9 - 28. സോ ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് നെഗറ്റീവ് വന്നു. ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് വന്നാൽ റൂട്ടില്ല. റൂട്ടില്ലാത്തപ്പോൾ ക്വാഡ്രാറ്റിക്കിൻ്റെ സൈൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറിനെ ഡിപ്പെൻഡ് ആണ്. സോ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, ഹിയർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് പോസിറ്റീവ് ആണ്. സോ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 7 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ all real values of x. Values of x. It is always positive for all real values of the. All real values means x belongs to real number. That means minus infinity തൊട്ട് plus infinity വരെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 7 ഗ്രേറ്റർ ദാൻ 0. ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലായി അത് റൂട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെക്ക് ചെയ്തു? ബി സ്ക്വയർ മൈനസ് 4h ചെക്ക് ചെയ്തു. ബി സ്ക്വയർ മൈനസ് 4h ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെസ് ദാൻ 0 കിട്ടി. റൂട്ട് ഇല്ലാത്തപ്പോൾ ക്വാഡ്രാറ്റിക്കിന്റെ സൈൻ എ ഡിപ്പെൻഡ് ആണ്. എ എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്. സോ ദ ഗിവൺ എക്സ്പ്രഷൻ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 7 ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എനി റിയൽ വാല്യൂസ് ഓഫ് എക്സ്. So x belongs to minus infinity to plus infinity for any real values of x. For all real values of x നെ നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനെ ഒരു സൈൻ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഫോർ ഓൾ എക്സ്, ഫോർ ഓൾ എക്സ്. ഇതിൻ്റെ മീനിങ് വെച്ചാൽ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ. ഏത് റിയൽ നമ്പർ കൊടുത്താലും ഇത് പോസിറ്റീവ് ആണ്. സോ എക്സ് ബിലോങ്സ് ടു ഓൾ റിയൽ നമ്പർ, ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. അതാണ് അതിൻ്റെ റേഞ്ച്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 10 ലെസ് ദാൻ 0. ഓക്കെ കുട്ടികളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വന്നാൽ ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന്. സോ ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 10 ലെസ് ദാൻ ഇൻഇക്വാളിറ്റി നമുക്ക് ഗ്രേറ്റർ ദാൻ ഇൻഇക്വാളിറ്റി ആയി മാറി. ഓക്കെ അല്ലേ? റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. -2 10 ആണ്. അതുകൊണ്ട് ഞാൻ ബി സ്ക്വയർ മൈനസ് 4ac ചെക്ക് ചെയ്യുന്നു. ബി സ്ക്വയർ മൈനസ് 4ac ചെക്ക് ചെയ്യുന്നു. -2 ദ ഹോൾ സ്ക്വയർ -4 ഇൻറ്റു 1 ഇൻറ്റു 10. എൻ്റെ അസംഷൻ കറക്റ്റ് ആണ്. 4 മൈനസ് 40 ലെസ് ദാൻ 0 ആണ്, നെഗറ്റീവ് ആണ്. റൂട്ട് ഇല്ലാത്തപ്പോൾ ക്വാഡ്രാറ്റിക്കിൻ്റെ സൈൻ എ ഡിപ്പെൻഡ് ആണ്. ഇവിടെ എ പോസിറ്റീവ് അല്ലേ? So this is always positive for any real values of x. So minus infinity to plus infinity ആണ് ഇതിൻ്റെ ആൻസർ. Is it okay, students? Okay. Okay, students. ഒരു JEE ലെവൽ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Obtain the set of all values of m for which mx square minus 6mx plus 5m plus 1 greater than 0. ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് റിയൽ നമ്പർ കൊടുത്താലും അത് പോസിറ്റീവ് ആണ്. ഏത് റിയൽ നമ്പർ കൊടുത്താലും അത് പോസിറ്റീവ് ആവണമെങ്കിൽ ക്വാഡ്രാറ്റിക്കിന് എന്ത് കാണത്തില്ല? റൂട്ട് കാണത്തില്ല അല്ലേ? ഇതേപോലത്തെ ഗ്രാഫ് ആയിരിക്കും. റൂട്ട് ഇല്ലാത്തപ്പോൾ മാത്രമേ അത് എപ്പോഴും പോസിറ്റീവ് ആയി നിൽക്കത്തുള്ളൂ. ഏത് ഫോർ ഓൾ എക്സ് ഏത് റിയൽ നമ്പർ കൊടുത്താലും ക്വാഡ്രാറ്റിക് പോസിറ്റീവായിട്ട് നിൽക്കണമെങ്കിൽ, ഏത് റിയൽ നമ്പർ കൊടുത്താലും അത് ക്വാഡ്രാറ്റിക് പോസിറ്റീവായിട്ട് നിൽക്കണമെങ്കിൽ എന്താണ്? അതിന് റൂട്ട് ഉണ്ടാവാൻ പാടില്ല. സോ ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയേ.
mx square minus 6mx plus 5m plus 1 greater than 0 for all x belongs to real number. For all x in the denotation ആണ് അവിടെ കൊടുത്തത്. ഏത് റിയൽ നമ്പർ കൊടുത്താലും ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ പോസിറ്റീവ് ആയി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ പോസിറ്റീവ് ആയിരിക്കും, എം പോസിറ്റീവ് ആയിരിക്കും, അതേപോലെ റൂട്ട് കാണാൻ പാടില്ല, റൂട്ട് ഇല്ലായിരിക്കും. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആയിരിക്കും. റൂട്ട് ഇല്ലാത്ത സമയം ക്വാഡ്രാറ്റിക്കിന്റെ സൈൻ എയെ ഡിപ്പെൻഡ് ആണ്. റൂട്ടില്ലെന്ന് മനസ്സിലായത് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ഫോർ ഓൾ റിയൽ നമ്പർ ഓഫ് നമ്പേഴ്സ് എക്സ്, റിയൽ നമ്പർ എക്സ്. So mx square minus 6mx plus 5m plus 1 greater than 0 for all x belongs to real. എപ്പോഴും ഇത് പോസിറ്റീവ് ആണ്. ഏത് റിയൽ നമ്പർ കൊടുത്താലും ഇത് പോസിറ്റീവ് ആണ്. ഏത് റിയൽ നമ്പർ കൊടുത്താലും ഇത് പോസിറ്റീവ് ആകണമെങ്കിൽ എ പോസിറ്റീവ് ആയിരിക്കും, ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആയിരിക്കും. സോ ഞാൻ ബിയുടെ വാല്യൂ കൊടുക്കുന്നു മൈനസ് 6m ദ ഹോൾ സ്ക്വയർ minus 4 into m into 5m plus 1 less than 0. That is 36m square minus 4m plus 5m plus 1 less than 0. ഒരു 4 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9m square minus m into 5m plus 1 less than 0. Listen students, 9m square minus 5m square minus m less than 0. Okay students, 9m square minus 5m square, that is 4m square minus m less than 0. ഒരു m കോമൺ എടുക്കാം. m into 4m minus 1 less than 0. ഈ ക്വാഡ്രാറ്റിക്കിന്റെ റൂട്ട് ഏതൊക്കെയാ? എം എന്താവാം? 0 ആകാം, എം എന്താകാം? 1/4 ആകാം. ഏത് ഇൻഇക്വാളിറ്റിയാണിത്? ലെസ് ദാൻ ഇൻഇക്വാളിറ്റിയാണിത്. ലെസ് ദാൻ ഇൻഇക്വാളിറ്റി ആണെങ്കിൽ ദ വാല്യൂ ഓഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ ദ റൂട്ട്സ് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലെസ് ദാൻ ആണെങ്കിൽ ബിറ്റ്വീൻ ദ റൂട്ടും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ബിയോണ്ട് ദ റൂട്ടും. ലെസ് ദാൻ ആയതുകൊണ്ട് ഇവിടെ റൂട്ട് എന്താ? എമ്മിന് 0 ആവാം, എമ്മിന് എന്താ? 1/4 ആകാം. സോ എം ബിലോങ്സ് ടു ഇൻ ബിറ്റ്വീൻ, എം ബിലോങ്സ് ടു ഇൻ ബിറ്റ്വീൻ 0 and 1/4. എമ്മിന്റെ വാല്യൂ റിയൽ നമ്പർ ബിറ്റ്വീൻ 0 and 1/4 ആണ്. ഇനി ഇതൊരു JEE ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതിൻ്റെതായ ഒരു കുറച്ച് ട്രിക്സ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ബിക്കോസ് എമ്മിന് നിങ്ങൾ ഇവിടെ 0 കൊടുത്ത് നോക്കിയേ, ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനിൽ എമ്മിന് നിങ്ങൾ 0 കൊടുത്ത് നോക്കിയേ, എമ്മിന് 0 കൊടുത്ത് നോക്കിയാൽ എമ്മിന് ഇവിടെ 0 കൊടുത്താൽ എമ്മിന് ഇവിടെ ഇത് 0 ആകും, എമ്മിനിവിടെ 0 ഇത് 0 ആകും, എമ്മിന് ഇത് 0 ആകും. പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. 1 പോസിറ്റീവ് അല്ലേ, 1 ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. സോ കറക്റ്റ് ആൻസർ വെച്ചാൽ എമ്മും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എം ബിലോങ്സ് ടു ക്ലോസ്ഡ് 0 ഓപ്പൺ 1/4. എം ബിലോങ്സ് ടു 0യ്ക്കും 1/4നും ഇടയ്ക്ക്, പക്ഷേ 0യും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ 0 അതിനകത്ത് സാറ്റിസ്ഫൈ. ഇവിടെ 0 കൊടുക്കുന്നു, ഇവിടെ 0 കൊടുക്കുന്നു, ഇവിടെ 0. അപ്പോൾ നമുക്ക് 1 കിട്ടും. 1 ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. 1 എപ്പോഴും 0യെക്കാട്ടി ഗ്രേറ്റർ അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തും കൂടെ സാറ്റിസ്ഫൈ, 0 കൂടെ സാറ്റിസ്ഫൈ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എം ബിലോങ്സ് ടു ക്ലോസ്ഡ് 0 ഓപ്പൺ 1/4. മനസ്സിലായ കുട്ടികളെ? മനസ്സിലായ? ഓക്കെ. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The integer k for which the inequality x square minus 2 into 4k minus 1 into x plus 15k square minus 2k minus 7 greater than 0 is valued for any x. ഏത് റിയൽ നമ്പർ കൊടുത്താലും for all x belongs to real number, for all x belongs to real number, ഏത് റിയൽ നമ്പർ കൊടുത്താലും x square minus 2 into 4k minus 1 into x plus 15k square minus 2k minus 7 greater than 0. For all x belongs to real number, x square minus 2 into 4k minus 1 into x plus 15k square minus 2k minus 7 greater than 0. That means അതിൻ്റെ ഗ്രാഫ് വരച്ചാൽ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്നു, എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്നു, ഇങ്ങനെ വരും.
എപ്പോഴും പോസിറ്റീവ് ആയിട്ട് നിൽക്കണമെങ്കിൽ എ എന്തായിരിക്കണം? പോസിറ്റീവ് ആണ്. ഇവിടെ എ പോസിറ്റീവ് ആണ്, ഇവിടെ എ പോസിറ്റീവ് ആണ്, എ പോസിറ്റീവ് ആണ്. അതേപോലെ റൂട്ട് കാണത്തില്ല. റൂട്ട് കാണത്തില്ല എന്ന് വെച്ചാൽ ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആകണം. ലെസ് ദാൻ 0 ആകണം. നമുക്ക് ചെയ്ത് നോക്കാം. ബി ഈസ് -2 ഇൻറ്റു 4k മൈനസ് 1 ദ ഹോൾ സ്ക്വയർ -4 ഇൻറ്റു എയുടെ വാല്യൂ 1 ആണ്, സിയുടെ വാല്യൂ 15k സ്ക്വയർ -2k -7 ലെസ് ദാൻ 0. That is 4 into 4k minus 1 the whole square minus 4 into 15k square minus 2k minus 7 less than 0. രണ്ടിടത്തൊരു 4 കൊണ്ട് ത്രൂ ഔട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4k minus 1 the whole square minus 15k square minus 2k minus 7 less than 0. ഞാൻ ഈ ബ്രാക്കറ്റ് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് 16k സ്ക്വയർ minus 8k plus 1 minus 15k square plus 2k plus 7 less than 0. ശ്രദ്ധിക്കുക, 16k square minus 15k square that is equal to k square minus 8k plus 2k that is minus 6k 1 plus 7 that is 8 less than 0. സോ കുട്ടികൾ നോക്കി, കെ സ്ക്വയർ -6k പ്ലസ് 8 ലെസ് ദാൻ 0 അല്ലേ? ഫാക്ടറൈസ് ചെയ്താൽ 8 6 2ഉം 4ഉം. സോ കെ -2 ഇൻറ്റു കെ -4 ലെസ് ദാൻ 0. ലെസ് ദാൻ ഇൻഇക്വാളിറ്റി ആണ്. The value of k lies between the root. K belongs to in between 2 and 4. K belongs in between 2 and 4. Kയ്ക്കും കെയുടെ വാല്യൂ 2നും 4നും ഇടയ്ക്കുള്ള ഇൻഡിജർ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ 2നും 4നും ഇടയ്ക്കുള്ള ആകെ ഒരു ഇൻഡിജർ k ഈസ് ഈക്വൽ ടു എന്താ? 3 ആണ്. സോ ദ വാല്യൂ ഓഫ് k ഈസ് ഈക്വൽ ടു 3. സോ അതാണ് ആൻസർ. k ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് k ഇൻഡിജർ എന്ന് പറയുന്നുണ്ട്. k belongs in between 2 and 4. So the value of k is equal to 3. That's the answer. So final answer k is equal to 3. Okay അല്ലേ കുട്ടികളെ?